കോട്ടയം ജില്ലയിലെ വേമ്പനാട്ട് കായലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കൂട്ടം ദ്വീപുകൾ. ആ ദ്വീപുകളാണ് കോട്ടയത്തെ കുമരകം എന്ന പേരിൽ വളരെയേറെ പ്രശസ്തി നേടിയിരിക്കുന്നത്. കുമരകത്തിൻ്റെ കായൽ പരപ്പിലൂടെ ഒരു ദിവസം. കിവായി എന്ന് പേരിട്ടിരിക്കുന്ന വഞ്ചി വീട്ടിൽ ഞങ്ങൾ 28 പേർക്കും സുഖമായിരിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അവർ ഒരുക്കിയിരുന്നു. ചിലർക്ക് പുതിയൊരനുഭവവും മറ്റു ചിലർക്ക് ആവർത്തന വിരസതയും അവരുടെ മുഖങ്ങളിൽ കൃത്യമായി നമുക്ക് കാണാൻ കഴിഞ്ഞു. നമുക്ക് മുമ്പേ ബുക്ക് ചെയ്യപ്പെട്ട പല വഞ്ചി വീടുകളും കായൽ പരപ്പിലൂടെ ഒഴുകി നടക്കുന്നുണ്ടായിരുന്നു. ഏതാണ്ട് 11 മണിയോടുകൂടി നമ്മുടെ വഞ്ചി വീട് യാത്ര ആരംഭിക്കുകയാണ്. കുമരകത്ത് നിന്നും ആലപ്പുഴയിലേക്കാണ് നമ്മുടെ യാത്ര. കുമരകം പക്ഷി സങ്കേതത്തിൻ്റെ തീരങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അധികമായിട്ടും പക്ഷികളെ ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല. കൂടുതലും നീർക്കാക്കകളും കൊക്കുകളും മാത്രമായിരുന്നു പക്ഷി സങ്കേതത്തിൻ്റെ സൈഡിൽ കണ്ടിരുന്നത്. വേമ്പനാട്ട് കായലിലൂടെയാണ് നമ്മളിപ്പോൾ ഒഴുകി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുമരകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വള്ളംകളി മത്സരമാണ് ശ്രീനാരായണ ഗുരു ജയന്തി വള്ളംകളി. അത് ഏതാണ്ട് 50 വർഷത്തിന് മുകളിലായിട്ട് ഈ ഒരു ആചാരം വർഷങ്ങളായി നമ്മുടെ ചതയം ദിനത്തിൽ ആഘോഷിച്ചു വരുന്നു. പുന്നമടക്കായലിലെ നെഹ്റു ട്രോഫി വള്ളംകളിയും ആറന്മുളയിലെ ആറന്മുള വള്ളംകളിയും പോലെ തന്നെ വളരെ അറിയപ്പെടുന്ന ഒരു വള്ളംകളി മത്സരം തന്നെയാണ് കുമരകത്തെ ശ്രീനാരായണ ഗുരു ജയന്തി വള്ളംകളി. നമ്മൾ ആ മത്സരങ്ങൾ നടക്കുന്ന സ്ഥലത്തു കൂടിയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബോട്ടിലുണ്ടായിരുന്ന ഓരോരുത്തരും അവരവരുടേതായ സന്തോഷങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ഏതാണ്ട് 12 മണി കഴിഞ്ഞപ്പോൾ രാവിലത്തെ കാപ്പിയായിട്ട് നമുക്ക് അവർ കപ്പയും മീനും പാകം ചെയ്തു തന്നു. ബോട്ടിൽ നിന്ന് തന്നെയായിരുന്നു എല്ലാവിധ കുക്കിങ്ങും കാര്യങ്ങളും. വളരെ സ്വാദിഷ്ടമായ കുട്ടനാടൻ സ്പെഷ്യൽ മീൻകറി കൂട്ടി അങ്ങനെ കപ്പ നമ്മൾ കഴിച്ചു. കുമരകം ആലപ്പുഴ 3ാമത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ആദ്യം നമ്മൾ സർക്കാർ ബോട്ടിൽ 400 രൂപ ചിലവിൽ ആലപ്പുഴയിൽ നിന്നും കുമരകത്തേക്ക് നമ്മൾ യാത്ര ചെയ്തു. രണ്ടാമതും ആലപ്പുഴയിൽ നിന്നും കുമരകത്തേക്ക് ചെറിയ ബോട്ടിൽ യാത്ര ചെയ്തു. ഇപ്പോൾ 3ാമത് നമ്മൾ കുമരകത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്തു. ഏതാണ്ട് 2 മണിയോടടുത്തപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുവാനായിട്ട് വഞ്ചി വീട് കുട്ടനാടിൻ്റെ അരികിലേക്ക് അടുപ്പിച്ചു. കായലിൽ നിന്നും പാടത്തേക്കും പാടത്തു നിന്നും കായലിലേക്കും വെള്ളം കടത്തിവിട്ട് കൃഷിയെ പരിപാലിക്കുന്ന ഒരു ജനതയുടെ കഷ്ടപ്പാടുകൾ നമുക്ക് കൃത്യമായി ഈ പരപ്പിലൂടെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ കുട്ടനാടിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ കണ്ട് നമ്മൾ തിരികെ പോവുകയാണ് കുമരകത്തേക്ക്. പാതിരാമണലിൽ കയറി ഇറങ്ങുവാൻ സമയമില്ലാത്തതിനാൽ നമ്മൾ മുമ്പ് പോയ വീഡിയോ ഇട്ടതിനാലും നമ്മൾ അവിടേക്കുള്ള യാത്ര ഒഴിവാക്കി തിരികെ വീണ്ടും കുമരകത്തേക്ക് യാത്ര തിരിക്കുകയാണ്. ഏകദേശം 5 മണിയോടുകൂടി നമ്മൾ എത്തിച്ചേരുമെന്ന് അദ്ദേഹം നമ്മളെ അറിയിച്ചു. വൈകുന്നേരത്തെ കുമരകത്തിൻ്റെ ദൃശ്യം കാണാൻ തന്നെ വളരെ മനോഹരമാണ്. ചെറിയ രീതിയിലുള്ള സൂര്യപ്രകാശവും അതുപോലെ തന്നെ ചെറിയ ഇരുട്ടുമൊക്കെയായി കുമരകം വളരെ മനോഹരമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ 5:30 നമ്മുടെ യാത്ര അവസാനിച്ച് നമ്മൾ കുമരകത്ത് തിരികെ എത്തി. എല്ലാവരും വളരെ സന്തോഷവാന്മാരായിരുന്നു. ഒരു മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടി നമ്മൾ വീണ്ടും തിരികെ നാട്ടിലേക്ക് എത്തിച്ചേർന്നു.